നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്നത്. ഒരു പ്രായം എത്തിച്ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ മാരേജിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കഴിയുന്ന സമയത്തേക്ക് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് നമ്മളെല്ലാവരും അവഗണിക്കുകയാണ്, നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് എല്ലാവരും എന്നുള്ളത്. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ അവഗണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മളൊരാളെ അവഗണിക്കുന്നുണ്ടെന്ന് പറയുന്ന സമയം നമ്മൾ ആ ഒരു സ്പേസിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത്. അല്ലാതെ നമ്മൾ വേറൊരാൾ നമ്മൾ അവഗണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് വിഷമിച്ചു അങ്ങനെ നിന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിൽ സാഡിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ലൈഫാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ പ്രായം കഴിയുന്തോറും ഇപ്പം നമുക്ക് ചിലപ്പം ഹസ്ബൻഡിൽ നിന്നൊരു അവഗണന ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ആയിരുന്നു, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആയിരുന്നു, അല്ലെങ്കിൽ വീട്ടിലിപ്പം അമ്മായിയും അങ്ങനെയുള്ള ആരിൽ നിന്നാണെങ്കിൽ നമുക്കതൊരു ഫീൽ ചെയ്യാം. കുറേ കൂടെ പ്രായമായിട്ടുള്ള മക്കളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ആരെയും തിരുത്താൻ പറ്റാറില്ല, നമുക്ക് ആരെയും പോയി തിരുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റുന്നത് നമ്മളെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു 5 കാര്യം ഞാനിതിൽ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. പറയുന്നത് അവരെയും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ വരുത്താം. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്ന ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ 5 കാര്യം എന്താ നോക്കാം. ഞാൻ ജീവിക്കുന്നത് നിങ്ങളെയൊക്കെ അണ്ടറിലാണ്. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് നമ്മളെപ്പോഴും അവരുടെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവർ നമ്മളെ എത്ര അവഗണിച്ചാലും നമ്മളെ എത്ര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുമെന്ന് പറയാം, നമ്മളടുത്ത് ഒരു ബഹുമാനം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് സെൽഫായിട്ടുള്ളൊരു ബഹുമാനം കേട്ടോ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാവണം. നമ്മൾ ഒരു അതിര് കടന്ന് നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവും പറയാം, നമുക്ക് ഒരു ബഹുമാനം അവരിൽ നിന്ന് കിട്ടില്ല, നമ്മളിൽ ഒരു വിലയില്ലാത്തവരായി തീരും. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ പറയുക, നമുക്കറിയാം അവർ നമ്മളെ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് ഇപ്പം അത്രയൊന്നും പഴയതുപോലെയൊന്നും അത്രയും ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സെൽഫിനോടൊരു സ്നേഹം തോന്നി ഒരു ഗ്യാപ്പ് നമ്മൾ വിടുക. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഇതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് സംസാരിച്ചൊക്കെ തുടങ്ങും. ഇത് നമുക്കറിയാം നമ്മുടെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത്. അവോയ്ഡ് ചെയ്യാന്നല്ല, നമ്മൾ കുറച്ചൊന്ന് നമുക്ക് വേണ്ടി നമ്മൾ നന്നാണ് പോവാതെ നമുക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലാണ്. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്. ആ സമയത്ത് നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് അവരുടെ അടുത്ത് നമ്മളിങ്ങനെ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് മിണ്ടിയില്ലെങ്കിലും പോലും നമ്മൾ പിന്നാലെ നടന്ന് അയ്യോ മിണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സംസാരിക്കുക എന്താ എന്നെ മൈൻഡാക്കാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറ്റ്ലീസ്റ്റ് അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് അയച്ചുകൊണ്ടിരിക്കുക, കോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവർക്കത് ഇറിറ്റേഷൻ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഒരാളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റിയിൽ നമ്മളുടെ ആ ഒരു സ്ഥാനം കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വെറുപ്പിക്കലായിരിക്കും. അപ്പം ആ സമയത്ത് നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം. ഞാൻ എന്നൊരു വ്യക്തി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഞാനാണ് എന്നുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി അവരങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനും ഇങ്ങനെ തന്നെ. അപ്പം അവർക്കൊരു തോന്നും ഇതെന്താ ആളെ ഒന്നും മിണ്ടുന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ആളൊന്നും സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ നമ്മളുടെ വന്ന് സംസാരിക്കുമ്പോൾ അപ്പം നമ്മളിതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. മനഃപൂർവ്വം നമ്മളൊന്നും മാറി നിന്നാന്നും കാണിക്കേണ്ട. എങ്ങനെയാണോ അവർ ബിഹേവ് ചെയ്ത് അതേപോലെ തന്നെ അപ്പം നമുക്കായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റും അതേപോലെ തന്നെ ഇത് എന്ന വ്യക്തിക്കുള്ളൊരു ഒരു റെസ്പെക്റ്റ് അവരുടെ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നമ്മൾ ഈ അവഗണിക്കുന്ന ആൾക്കാർ ഇത് നമ്മൾ എപ്പോഴും അവരുടേതാണല്ലോ. അപ്പം നമ്മൾ പിന്നാലെ നടക്കുന്ന അവർക്കറിയാം, നമ്മളിനി എത്ര അവഗണിച്ചാലും അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തോളൂ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അവരുടെ പ്രയോറിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പം നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് നിൽക്കരുത്. ഇപ്പം അവരെന്ത് പറഞ്ഞാലും നമ്മളങ്ങ് ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ട് അവർക്ക് മുമ്പിൽ നിൽക്കരുത്. അത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് ചെയ്തു തരാം. അപ്പോൾ അവർ തന്നെ ഒന്ന് തിങ്ക് ചെയ്യും, ദൈവമേ ഇതെന്ത് പറ്റി എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക, അതിനുശേഷം അവരുടെ കാര്യങ്ങൾ നമ്മളെ പ്രയോറിറ്റി, നമ്മളാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതിനുശേഷം മാത്രം അവരുടെ കാര്യത്തിലേക്ക് പോവുക. അല്ലെങ്കിൽ നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളവരെ അവഗണിക്കുന്നതെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യത്തിനേക്കാളും അധികം അവരുടെ കാര്യമാണ് ആദ്യം ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യം ഫസ്റ്റ് ചെയ്യാം, എന്നിട്ട് അവരെന്താണ് ആവശ്യപ്പെട്ടത് ചെയ്യുക. അപ്പം നമുക്കൊരു വില കിട്ടും അവരുടെ അടുത്ത്. അപ്പോഴാണ് അവർക്ക് നമ്മുടെ വില മനസ്സിലാക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ അവഗണിക്കുന്നു എന്ന് പറയുന്ന സമയത്ത്
അതിനർത്ഥം നമ്മൾ മനസ്സ് അത്രയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെയൊക്കെ സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത്. അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ കൂടുതലായതുകൊണ്ടാണ് അവരുടെ അവഗണന നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വ്യക്തിക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് ശേഷമായിരിക്കും നമ്മളെന്ന പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് നിർത്തുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കായിട്ട് സാറ്റിസ്ഫൈഡ് ആകുന്ന, നമ്മൾ സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാം. ഇവരോടുള്ള സ്നേഹത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ കാണിക്കില്ലേ, നമ്മൾ ചില സമയത്ത് അവർ എന്ത് പറഞ്ഞാലും ചെയ്യും, അല്ലെങ്കിൽ അവർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ എപ്പോഴും വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കുക, കോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ എപ്പോഴും ഒത്തിരി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്ക് ചിലപ്പോൾ നമ്മൾ വലിയ പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ സ്നേഹം അവർക്ക് താല്പര്യമില്ല, ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വയ്ക്കാം. അവർ വരുമ്പോൾ അവർക്ക് നമ്മളുടെ സ്നേഹം നമുക്ക് ചൊരിഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടാത്തടത്ത് നമ്മളിങ്ങനെ അതിയായിട്ട് അവരെ സ്നേഹിച്ചിട്ട് അവർ ഭാഗത്തുനിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ആദ്യം സ്നേഹം എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. നമ്മൾ ഈ പറയുന്ന ആൾ അർഹതയുള്ള ആളായിരിക്കാം, പക്ഷേ ആൾക്ക് ഇപ്പോൾ താല്പര്യമില്ലെങ്കിൽ വെറുതെ പോയിട്ട് നമ്മൾ ഒത്തിരി സ്നേഹം കൊട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ചേഞ്ചസ് ഒക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ വരും തിരിച്ച്. അവരുടെ ആ ഒരു ഇവള് മാറിയല്ലോ എന്നോർത്തിട്ട് തിരിച്ച് എന്തായാലും വരും. ആ ഒരു വരുന്ന മൂമെൻറ്റ്സിൽ ഞാൻ പറയില്ല, നമുക്ക് നമ്മളുടെ ഒരു ബഹുമാനമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ബഹുമാനം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാം. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവസ്ഥയിൽ എത്തിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു തോന്നൽ. നമ്മൾ ഈ വ്യക്തിനെ, നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നമ്മുടെ അമ്മ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഇവരെ നമ്മൾ അത്രയും അധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ നമ്മൾ അവഗണിക്കുകയാണെന്നുള്ളൊരു ഫീലിലേക്ക്. കാരണം നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ആദ്യത്തെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഓരോ ഇയേഴ്സ് കഴിയും തോറും അവർക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ വേറെ കിട്ടും, അവർക്ക് പ്രയോറിറ്റി വേറെ മാറും. അതൊക്കെ കാരണം നമ്മളുടെ ലൈഫിൽ ചിലപ്പം ഈ ആൾ മാത്രമായിരിക്കും നമ്മുടെ ലൈഫ്. അപ്പം നമ്മൾ ഈ ആൾ നമ്മളിൽ നിന്ന് കുറച്ചൊന്ന് അകന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സാഡായിരിക്കും, നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും. ചില ആൾക്കാർ സ്റ്റാറ്റസ് ഇടുക, മെസ്സേജ് അയക്കുക, അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് എന്തോ ഒരു വിഷമം ഉണ്ട് എന്നുള്ളത്. ഇത് ആ വ്യക്തിക്ക് മനസ്സിലാവും. കാരണം സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പം ഞാൻ എന്ന ആളിൻ്റെ ഒരു കുറവാണ് അവൾക്ക്. അത് ആ വ്യക്തിയിലുണ്ടല്ലോ ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഞാനില്ലാതെ ഇവർക്ക് പറ്റേയില്ല, എന്നെ ഇത്രയും ഡിപ്പെൻഡഡ് ആണ് ഇവൾ എന്നുള്ളൊരു തോന്നലായിരിക്കും. ഒരിക്കലും ഇത്രയും ഡിപ്പെൻഡഡ് ആവരുത്. നമ്മുടെ ഒരു ലൈഫ് ആണ് നമ്മൾ എപ്പോഴും ഡിസൈഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്തും വരിക. അതൊരാൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ നമ്മളെ കണക്കാക്കുന്നില്ലെങ്കിലും എല്ലാം അത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. ആ വ്യക്തി നമ്മളടുത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ വഴക്കിട്ടതിൻ്റെ പേരിൽ ഒരു സ്റ്റാറ്റസ് ഇടുക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ നോർമൽ എങ്ങനെയാണോ അതേപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ചിലപ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഇതൊരു ഡൗട്ട്, ഒരു പ്രോബ്ലം ഇല്ലേ. അപ്പോൾ ആ വ്യക്തി നമ്മൾ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ അവഗണിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് വിഷമമുണ്ടെന്നുള്ള രീതിയിൽ ഒന്നും റിയാക്ട് ചെയ്യണ്ട. എങ്ങനെയാണോ പഴയ പോലെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ റിയാക്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ സെൽഫാണ്, നമ്മളെ കാര്യങ്ങളാണ്. അത് എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ വെറും സെൽഫാവണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ആദ്യം പിന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. നമ്മൾ സാഡായിട്ടിരുന്നാൽ അത് നമ്മുടെ മാത്രം വിഷമമാണ്, വേറെ ചുറ്റും നിൽക്കുന്ന ആരതുമല്ല. അപ്പം ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഇതിലൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അല്ലെ അവർ അവോയ്ഡ് ചെയ്തതുപോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നല്ല. ഒരു ചെറിയ ചേഞ്ച്, ആ ചേഞ്ച് വരുത്തി വെക്കുക. ശരിക്കും പറഞ്ഞാൽ അവരിൽ തന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. കാരണം എന്ത് പറ്റിപ്പോയി എന്നുള്ള ഒരു ടെൻഷനും ചേഞ്ചും അവിടെ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ.